പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകന് കടന്നു പോകുന്ന സ്വർഗമാണ് ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത് എന്ന് ചിന്തിക്കുക. സ്വർഗത്തിന്റെ പദവികൾ തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിലും ആ സ്വർഗത്തിലേക്കാണ് ഞാനും നിങ്ങളും കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത്. ആ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്, എന്ത് നന്മയാണ് നമ്മുടെ കയ്യിലുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മയും തിന്മകളുടെയും വിഷയത്തിൽ ഒരു സത്യവിശ്വാസിയുടെ നിലപാട് എങ്ങനെയായിരിക്കണമെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സത്യവിശ്വാസിയുടെ നിലപാട് നന്മയായ കാര്യത്തിലും തിന്മയായ കാര്യത്തിലും എന്തായിരിക്കണം അവന്റെ നിലപാടെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ നഹൈതുകും അൻഹു ഫജ്തനിബൂഹു വമാ അമർതുകും ബിഹി ഫഫഅലു മിൻഹു മസ്തതഅതും. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഞാൻ നിങ്ങളോട് വിരോധിച്ചത് മുഴുവനും നിങ്ങൾ കൈയൊഴിയുക. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നന്മയുടെയും തിന്മയുടെയും വിഷയത്തിൽ ഒരു മുസ്ലിം എങ്ങനെയാകണം, അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസിയുണ്ടല്ലോ, അല്ലാഹുവിന്റെ സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്ന, ഈമാനുള്ള മരണം വേണമെന്ന് ആഗ്രഹിക്കുന്ന, സിറാത്ത് കടന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് കടന്നു പോകണമെന്ന് കൊതിക്കുന്ന ഒരു യഥാർത്ഥ വിശ്വാസി എങ്ങനെയായിരിക്കണം, നന്മയുടെയും തിന്മയുടെയും വിഷയത്തില് അവൻ എങ്ങനെയായിരിക്കണമെന്ന് മുത്തുനബി പഠിപ്പിച്ചു തരികയാണ്. റസൂലുള്ളാഹി പറയുന്നു, മാ നഹൈതും അൻഹു ഫജ്തനിബൂ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഞാൻ നിങ്ങളോട് വിരോധിച്ചത് മുഴുവനും നിങ്ങൾ കൈയൊഴിയണം. ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല. അല്ലാഹുവേ പടച്ചവനെ, അല്ലാഹുവും പടച്ച അല്ലാഹുവും അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പാടില്ല എന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അത് ചെയ്യാതെ ഒഴിഞ്ഞു മാറേണ്ടത് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ കടമയാണ്, ഉത്തരവാദിത്തമാണ്. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, വമാ അമർതുകും ബിഹി ഫഫഅലു മിൻഹു മസ്തതഅതും. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ഇന്ന കാര്യം ചെയ്യണമെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നതുപോലെ നിങ്ങൾ ചെയ്യണം. നിങ്ങൾ നിസ്കരിക്കണം, നിങ്ങൾ നോമ്പ് പഠിക്കണം, നിങ്ങൾ ഖുർആൻ ഓതണം, നിങ്ങൾ സ്വലാത്ത് പറയണം, നിങ്ങൾ സദഖകൾ കൊടുക്കണം, നിങ്ങൾ നന്മകൾ ചെയ്യണം. അല്ലാഹുവേ പ്രവാചകൻ അവിടെ നിന്ന് ചെയ്യണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ അത് കഴിവിന്റെ പരമാവധി നിങ്ങൾ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചെയ്യരുതെന്ന് പറഞ്ഞ കാര്യം നീ ഒരിക്കലും ചെയ്യരുത്. ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമായി ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ കഴിവിന്റെ പരമാവധി നീ അത് ചെയ്യണേ എന്ന് പ്രവാചകൻ പറയുമ്പോൾ എല്ലാ നന്മയും ഒരാൾക്ക് ചെയ്യുവാൻ കഴിയണമെന്നില്ല. അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന മുത്തുനബി അവിടെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിച്ചു തന്ന സർവ്വ നന്മകളും ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നന്മകളിൽ കഴിവിന്റെ പരമാവധി പ്രവർത്തിക്കുകയും അതാ നന്മകൾ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ നിന്റെ കഴിവിന്റെ പരമാവധി നീ പരിശ്രമിക്കണം. തിന്മകളിൽ നിന്ന് യാതൊന്നും പ്രവർത്തിക്കാതെ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് വേണ്ടി നീ പരിശ്രമിക്കണം. അത് നിന്റെ ബാധ്യതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട്, പടച്ചവനെ വലിയ തിന്മകളായി പരിഗണിച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന സത്യവിശ്വാസികൾ തന്നെ
അല്ലാഹുവേ കള്ളുകുടിയും വ്യഭിചാരിയും പരിശുദ്ധീറ്റിയും ശിർക്ക് ചെയ്യലും ഇതുപോലെയുള്ള വലിയ വലിയ പാപങ്ങൾ, ആ പാപങ്ങൾ ചെയ്യാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന യഥാർത്ഥ വിശ്വാസികളുണ്ടല്ലോ, ആ വിശ്വാസികൾ തന്നെ പടച്ചവനെ അതേ തെറ്റുകളെ അവഗണിക്കുകയും ചെയ്യുകയാണ്. പല തെറ്റുകളും പടച്ചവനെ വലിയ വലിയ പാപങ്ങൾ ചെയ്യാൻ ഭയക്കുന്നവർ, അവർ മറ്റുള്ള ചില പാപങ്ങൾ ചെയ്യുമ്പോൾ അവർക്ക് യാതൊരു പേടിയുമില്ല, അവരത് ശ്രദ്ധിക്കാറില്ല, അതിനവർ പരിഗണിക്കാറില്ല, അതിനെ പാപമായി എണ്ണാറില്ല. അവർ പടച്ചവനെ അതാ വലിയ വലിയ നന്മകൾ ചെയ്യുന്നവർ, അല്ലാഹുവിനെ ഭയന്ന് കഴിയുന്നവർ, അവർ പോലും ചെറിയ തെറ്റുകൾ ചെയ്യുമ്പോൾ ചില പാപങ്ങളെ നിസ്സാരമായി തള്ളുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ പറഞ്ഞു, നിങ്ങളതിനെ ഭയക്കണേ, നിങ്ങളതിനെ സൂക്ഷിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, വൻപാപങ്ങളെ കുറിച്ചല്ല റസൂലുള്ള പറയുന്നു, നിങ്ങൾ ചെറിയ ചെറിയ പാപങ്ങൾ നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ. നിങ്ങൾ ചെറുതെന്ന് പറഞ്ഞ് ചെയ്യുന്ന ചില പാപങ്ങളുണ്ടല്ലോ, ചില തെറ്റുകളുണ്ടല്ലോ, അത് നിങ്ങൾ വല്ലാതെ സൂക്ഷിക്കണേ. ആ ചെറുത് മുഴുവനും അല്ലാഹുവിന് മനുഷ്യന്റെ മുന്നിൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടാൽ അവൻ നരകവാസിയാ, അവൻ നശിച്ചവനാണ്, അവൻ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, വലിയ വലിയ രോഗങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മഴക്കാലം തുടങ്ങാൻ പോവുകയാണ്. പടച്ചവനെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അല്ലാഹുവിന്റെ പ്രവാചകന് പഠിപ്പിച്ചു തന്നതെന്തെന്നറിയുമോ? മഹാനായ പ്രവാചകൻ നബി റളിയല്ലാഹു തആല അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഉരിദത് അലയ്യ അഅമാലു ഉമ്മത്തി ഹസനുഹാ വസയ്യുഹാ ഫവജദ ഫീഹി മുഹാസിന അഅമാലിഹാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ സമുദായത്തിന്റെ നന്മയും തിന്മയും എനിക്ക് കാണിക്കപ്പെടുകയാ. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, എന്റെ സമുദായമുണ്ടല്ലോ, എന്റെ ഉമ്മത്ത് ചെയ്യുന്ന നന്മകളും തിന്മകളും മുഴുവനും എന്റെ മുന്നിൽ കാണിക്കപ്പെടും. എല്ലാ കാര്യങ്ങളും, ഈ പ്രസംഗിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന സർവ്വ കാര്യങ്ങളും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അവിടുന്ന് കാണിച്ചു കൊടുക്കുകയാ. എന്നിട്ട് റസൂലുള്ളാഹി പറയുകയാ, വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യുന്നത് പോലും ഒരു പുണ്യകർമ്മമായി എന്റെ മുന്നിൽ കാണിക്കപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ സമുദായം ചെയ്യുന്ന നന്മകളാകട്ടെ തിന്മകളാകട്ടെ, ഈ എല്ലാ കാര്യവും എന്റെ മുന്നിലും മലക്കുകൾ കൊണ്ടുവന്ന് കാണിച്ചു തരും. ഈ സിറാജായ ഞാൻ ചെയ്യുന്ന നല്ലതും മോശവുമായ കാര്യങ്ങൾ മുഴുവനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കും. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, വഴിയിൽ ജനങ്ങൾക്ക് ഉപദ്രവമായി കിടക്കുന്നത് നീക്കം ചെയ്യുന്നത് പോലും അത് നന്മയായിട്ടാണ് എനിക്ക് കാണിക്കപ്പെടുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി